ഹായ്, നമസ്കാരം. എൻ്റെ വിഷയം ഞാൻ ഇന്നലെ എന്താ പറയുക, ഇങ്ങനെ ഈ ട്വിറ്ററും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എപ്പോഴെപ്പോഴും ഞാൻ പറയുന്നത് ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഞാനിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ട്വിറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യു പിയിൽ നടന്നൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ യു പിയിൽ ഒരു 13 കൂട്ടുകാർ, ഓക്കെ, ഇപ്പം അവരുടെ നാട്ടിൽ എന്തോ ശ്രാവൺ മഹീന എന്ന് പറയുന്നിട്ട്, അതായത് ശ്രാവണ മാസം നടന്നുകൊണ്ടിരിക്കുക. അപ്പം മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, വെജിറ്റേറിയൻ ആയിരിക്കും. ഹിന്ദുക്കളെല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പോൾ ആ വെജിറ്റേറിയൻ സമയത്ത് 13 കൂട്ടുകാർ ഒരു ഹോട്ടലിൽ പോകുന്നു. അതിൽ കുറച്ച് പേര് ചിക്കൻ ബിരിയാണി പോലത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, ഒരാൾ വെജിറ്റബിൾ ബിരിയാണി വാങ്ങിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഒരു ചിക്കൻ്റെ പീസ് അല്ലെങ്കിൽ ചിക്കൻ്റെ ഒരു ഒരു എല്ല് അങ്ങനെ എടുത്ത് പൊക്കി കാണിക്കുക. എന്നിട്ട് പറയുക, നിങ്ങൾ എന്ത് കാണിക്കുന്നത്, കാരണം ഇവിടെ ഒരു എന്താ പറയുക, വൃത്തിയൊന്നുമില്ലല്ലോ, എന്തോ നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ ഏത്, അതും ശ്രാവണ മഹീനത്തിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളുടെ ബിരിയാണിയിൽ നിന്ന് എന്ത് കിട്ടുക, ചിക്കൻ്റെ പീസ് എന്തോ കിട്ടുക, എല്ല് കിട്ടുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് എല്ലാവരും ഷോക്കായി പോകുന്നൊരു കാര്യമല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതും ഇത്രയും എന്താ പറയുക, ഹിന്ദു ഇതാണ്, വളരെ പരിപാവനമായിട്ടുള്ളൊരു മാസമാണെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഒന്ന് വരില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇത് കാണിച്ചു, മാനേജറെ വിളിക്കാൻ പറഞ്ഞു. മാനേജർ വളരെ കൂളായിട്ട് എന്ത് ചെയ്തു, പോലീസിനെ വിളിക്കുന്നു. പോലീസിനെ വിളിച്ചിട്ട് പോലീസുകാർ വന്ന് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോൾ എന്താണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അവിടെ CCTV ഉണ്ട്. CCTVയിൽ കാണുമ്പോൾ ഈ ചിക്കൻ്റെ ബിരിയാണി കഴിച്ച ആൾക്കാർ തൊട്ട് പുറയിലുണ്ടല്ലോ, അവർ ഈ എല്ല് ട്രാൻസ്ഫർ എന്താ പറയുക, കൈമാറി ഇവരുടെ പാത്രത്തിലിട്ടിട്ട് ഇത് കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 13 പേർക്കും അവിടുന്ന് കാശ് കൊടുക്കാതെ ഇറങ്ങിപ്പോകാനുള്ളൊരു വഴി മാത്രമായിട്ടാണ് അവരതിനെ കണ്ടത്. പേര് ജാതിയും മതവും പറഞ്ഞു വരുമ്പോൾ ഹിന്ദു ആയിട്ടുള്ള ഒരാളുടെ എന്താ പറയുക, വിശ്വാസത്തെ മാറ്റുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ മാനേജറെ നമുക്ക് സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങേർക്ക് വളരെ കൂളായിട്ട് അതിനെ ഡീൽ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് വളരെ ഉറപ്പായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആർട്ടിക്കിളിൽ എഴുതിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കിച്ചൺ രണ്ടും രണ്ടാണ്. അതായത് വെജിറ്റേറിയൻ്റെ കിച്ചൺ സെപ്പറേറ്റ് ആണ്, മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോൺ വെജിൻ്റെ സെപ്പറേറ്റ് ആണ്. ഇത് സച്ചിൻ ഗുപ്ത എന്ന് പറയുന്ന ഒരാളുടെ ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെറുതായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കും. പക്ഷേ वेज में हड्डी निकला है, ये बिरयानी भी है। हाँ, वेज में हड्डी निकली है, कोई सफाई नहीं है यहाँ पे। बुलाओ उनको, दिखाइए। मैनेजर कौन है, बुलाइए। मैनेजर साहब को बुलाइए। है, रुको, क्या गए हैं, धर्म गश्त कर रहे हैं। अरे को वीडियो डालना है। ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സീരിയസ് ആയിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മോശമാണ് അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ 13 പേര് കയറി കഴിക്കുക, എന്തായാലും മിനിമം ഒരാൾക്ക് ഒരു 500 വെച്ച് ആണെങ്കിൽ പോലും 10,000-6,000 രൂപയായി കാണും. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ഉടായ്പ്. ആ ഉടായ്പ് എന്തായാലും പോലീസും പുള്ളിക്കാരനും കൂടെ ചേർന്ന് തന്നെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കി. പാവം, അവരുടെ പ്ലാൻ സക്സസ് ആയില്ല. പക്ഷേ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പണ്ട് സിനിമയെ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ ഓർമ്മ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിക്കകത്ത് പാറ്റ ഇടുന്നതും, പാറ്റ വീണ ഫുഡാണ് 5 സ്റ്റാർ ഹോട്ടലിനകത്ത് പാറ്റ വീണ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എസ്കേപ്പ് ആവുന്ന നായകന്മാരൊക്കെ നമ്മുടെ പഴയ മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഞാനിത് കൊണ്ടുവന്നത്. അല്ലാതെ ജാതി മതമൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. ഇത് കണ്ടപ്പോൾ എനിക്കൊരു നല്ല കോമഡി ആയിട്ട് തോന്നി.
അറിയാമല്ലോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ കോമഡി അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് മണ്ടന്മാരാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാം, കാരണം വെച്ച് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല, കാണാനും കേൾക്കാനും ഒന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ CCTV എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ടെന്ന് പറയുന്ന പോലെ CCTV എപ്പോഴും ഉണ്ട്. അതും CCTVയുടെ തൊട്ട് താഴെ വന്നിരുന്നാണ് ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല. അപ്പോൾ ശരി, ബൈ. പറ്റിയാൽ വീഡിയോ ഒന്ന് കാണുക, ഞാനത് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ട്വിറ്റർ ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കയറി കാണുക. നല്ല ഒരുപാട് വീഡിയോസ് അതിനകത്തുണ്ട്, നല്ല വീഡിയോസ് അതിനകത്തുണ്ട്, കയറി കണ്ടുപോകുക. എല്ലാവർക്കും ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അതിനകത്തുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് കയറി കാണുക. സച്ചിൻ ഗുപ്ത എന്നാണ് ട്വിറ്റർ ഹാൻഡിലിൻ്റെ പേര്, ഞാനത് താഴെ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.